കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇന്ത്യയിലെ പരിസ്ഥിതി പോരാട്ട വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന മേധാ പട്കർ ഇപ്പോൾ സപ്തതി നിറവിലാണ്. വയസ്സ് 70 ആയെങ്കിലും മേധാ പട്കറുടെ പോരാട്ട വീര്യത്തിനിപ്പോഴും നിറയൗവനമാണ്. രാജ്യത്തെ വലിയ നദികളിലൊന്നായ നർമ്മദയ്ക്ക് കുറുകെ ഡാം നിർമ്മിക്കുന്നതോടെ കുടിയിറക്കപ്പെടുന്ന ആദിവാസി കർഷക ജനവിഭാഗങ്ങൾക്കായുള്ള പോരാട്ടത്തിലൂടെയായിരുന്നു തുടക്കം. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ കേരള സമരത്തിൽ വരെ മേധാ പട്കർ ആവേശമായി ഒപ്പമുണ്ടായിരുന്നു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നർമ്മദയിലെ ജലവിതരണത്തെ ചൊല്ലി സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ നിയമിക്കപ്പെട്ട നർമ്മദ നദീജല തർക്ക പരിഹാര സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു നദിക്ക് കുറുകെ 30 വലിയ അണക്കെട്ടുകളും 13 ഇടത്തരം അണക്കെട്ടുകളും 3000 ചെറു അണക്കെട്ടുകളും നിർമ്മിക്കുക എന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഗുജറാത്തിലെ നവഗാമിൽ പ്രഖ്യാപിച്ച സർദാർ സരോവർ ഡാം. ഡാം നിർമ്മിക്കുന്നതോടെ ലക്ഷക്കണക്കിന് പേരുടെ കാർഷിക കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ ഡാം വരുന്നതോടെ ഒരു ഭൂപ്രദേശം തന്നെ ചിത്രത്തിൽ നിന്ന് ഇല്ലാതാവുമെന്ന ആശങ്ക ഉയർന്നു. 4 ലക്ഷത്തോളം പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നും വന കാർഷിക ഭൂമികൾ ഉൾപ്പെടെ 37,000 ഹെക്ടർ ഭൂമി വെള്ളത്തിനടിയിലാക്കപ്പെടുമെന്നായിരുന്നു ആശങ്ക. മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നതിലേറെയും ആദിവാസി കർഷക വിഭാഗങ്ങളായിരുന്നു. സാമൂഹിക പ്രവർത്തക വസുധാ ധരംപാലിനൊപ്പം നർമ്മദാ തീരത്തെത്തിയ മേധാ പട്കർ കുടിയിറക്കപ്പെടുന്നവർക്ക് ഒപ്പം നിൽക്കുമെന്ന ഉറച്ച തീരുമാനവുമായാണ് തന്റെ നാടായ മുംബൈയിലേക്ക് മടങ്ങിയത്. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. അവിടെ തന്നെ അധ്യാപികയും ഗവേഷകയുമായിരുന്നു അവർ. എല്ലാം ഉപേക്ഷിച്ച് നർമ്മദയിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനിറങ്ങി. 1985 മുതൽ പദ്ധതിക്കെതിരെ മാർച്ചുകളും റാലികളുമായി പ്രതിഷേധം തുടങ്ങി. ഞാൻ എതിർക്കുന്നവർ എന്നെ കൊല്ലുമായിരിക്കും, അതിനപ്പുറം അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതായിരുന്നു അവരുടെ ചോദ്യം. സ്വാതന്ത്ര്യ സമര സേനാനിയും മുംബൈയിലെ ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന വസന്ത് ഖനോൽക്കറുടെയും തപാൽ ആൻഡ് ടെലിഗ്രാഫ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസറായിരുന്ന ഇന്ദുമതി ഖനോൽക്കറുടെയും മകളായി 1954 ഡിസംബറിൽ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ജനിച്ച അവരുടെ പേര് മേധാ ഖനോൽക്കർ എന്നായിരുന്നു. വിവാഹിതയായി 7 വർഷത്തിനു ശേഷം ബന്ധം വേർപിരിഞ്ഞെങ്കിലും പങ്കാളിയിൽ നിന്നാണ് മേധയുടെ പേരിനൊപ്പം പട്കർ ചേർന്നത്. 1986 മേധയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച നർമ്മദ ധരംഗ്രോസ്ത സമിതിയാണ് പിന്നീട് 1989 നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സാമൂഹിക പ്രസ്ഥാനമായി മാറിയത്. നർമ്മദ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക മേധാ പട്കറുടെ പേരാവും വിധം അവർ നർമ്മദയുടെ തീരത്തെ ജനങ്ങളുടെ പോരാട്ടവുമായി ഇഴുകിച്ചേർന്നു. ഈ അടുത്തുവരെ എവിടെ പോകുമ്പോഴും അവർ നർമ്മദാ തീരത്തെ നെയ്ത്തുകാർ നിർമ്മിച്ച സാരിയും ഒപ്പം കൂട്ടുമായിരുന്നു. ഇത് വിറ്റു കിട്ടുന്ന പണം നർമ്മദ ബച്ചാവോ ആന്തോളൻ വഴി നെയ്ത്തുകാർക്ക് തിരിച്ചു നൽകി തീരവാസികളെ എക്കാലവും ചേർത്ത് പിടിക്കുകയാണ് അവർ. മേധാ തായ്, മേധാ ദീദി എന്നെല്ലാം സ്നേഹത്തോടെ അവിടുത്തെ ജനങ്ങൾ അവരെ വിളിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ സമരരീതികളെങ്കിലും പലപ്പോഴും ഭരണകൂടത്തിന്റെ ക്രൂരമായ വേട്ടയാടലുകൾക്ക് അവരും സമരങ്ങളും ഇരയായി. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും ഐതിഹാസികമായ പോരാട്ടങ്ങളായി മേധയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ, സിംഗൂരിലെ ടാറ്റ നാനോ പ്ലാന്റിനും നന്ദിഗ്രാമിലെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുമെതിരായ സമരങ്ങൾ, മഹാരാഷ്ട്രയിലെ ലവാസ കൃത്രിമ നഗരത്തിനെതിരായ സമരം, ഗോലിബാറിലെ വീടുകൾ പൊളിച്ചതിനെതിരായ പ്രക്ഷോഭം, മഹാരാഷ്ട്രയിലെ പഞ്ചസാര സഹകരണ സംഘങ്ങൾക്കായി നടത്തിയ പോരാട്ടം, പോവൈ ഭൂമി കുംഭകോണത്തിനെതിരായ സമരം, ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്തെ ആണവ വൈദ്യുത പദ്ധതിക്കെതിരായ പ്രതിഷേധം, ഒഡീഷയിലെ സ്വകാര്യ സ്റ്റീൽ പ്ലാന്റിനെതിരായ സമരങ്ങൾ തുടങ്ങിയവയിലും പ്ലാച്ചിമട, എൻഡോസൾഫാൻ തുടങ്ങി കേരളത്തിന്റെ സമരമുഖങ്ങളിലും അവരുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. മരിക്കും മുമ്പ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്ഥിര താമസമാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഒരിക്കൽ മേധ പറഞ്ഞിട്ടുണ്ട്. 2000 ടൈം മാഗസിന്റെ 20ാം നൂറ്റാണ്ടിലെ 100 നായകന്മാരുടെ പട്ടികയിൽ മേധാ പട്കർ ഉൾപ്പെടുത്തിയത് കൂടി ചേർത്ത് വായിക്കുമ്പോഴേ ലോകം അവരുടെ പോരാട്ട വീര്യത്തെ നോക്കിക്കണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകൂ.